അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പിറന്നാളാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനുമായി NDA സംസ്ഥാന കൺവീനറും SNDP യോഗം വൈസ് പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയുടെ ആലുവ ദേശത്തെ വസതിയിൽ വെച്ച് രാവിലെ 8-നാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രരിയെ അനുമോദനം അറിയിക്കാനാണ് സന്ദർശനമെന്നാണ് വിശദീകരണം. SNDP യോഗം ഭാരവാഹികളും തുഷാറിന്റെ ഒപ്പമുണ്ടാകും. അർജുൻ മട്ടന്നൂരുണ്ട് മുഖ്യമന്ത്രിയുടെ ആലുവയിലെ വീട്ടിൽ തത്സമയം. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി വി ഡി സതീശനെ കാണുന്നുണ്ട്. ഇത് വി ഡി സതീശന് ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ പിറന്നാൾ ദിനത്തിലാണ് ഈ സന്ദർശനം. SNDP ഭാരവാഹികളുമുണ്ട്. SNDP നേതാക്കളുമായി വരുന്നത് SNDP ഒരു വിസിറ്റ് എന്ന നിലയിലാണോ, അതല്ല തുഷാർ വെള്ളാപ്പള്ളി എന്ന നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ആദ്യം വെറ്റുവെച്ച നേതാവാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. മകൻ തുഷാർ വെള്ളാപ്പള്ളി കാണാൻ വരുന്നത് കൗതുകം ഉണ്ടാക്കുന്നൊരു വിഷയം കൂടിയാണ്. എപ്പോഴേക്കാണ് തുഷാർ വെള്ളാപ്പള്ളി എത്തുക? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അല്പസമയത്തിനകം തന്നെ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആലുവ ദേശത്തെ ഈ കാണുന്ന വീട്ടിലേക്ക് എത്തും. ഇന്ന് മുഖ്യമന്ത്രിയുടെ ജന്മദിനം കൂടിയാണ്. 1962 മെയ് 31 എന്നാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ജന്മദിനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം സാധാരണ ജന്മദിനം അത്തരത്തിൽ ആഘോഷിക്കാറില്ല. പകരം അദ്ദേഹം കർക്കിടകത്തിലെ ചതയദിനം, അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനമാണ്. അന്നാണ് സാധാരണ അദ്ദേഹം പിറന്നാളായി ആഘോഷിക്കാറുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി ആയ ശേഷമുള്ള ആദ്യ ജന്മദിനം എന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കും മറ്റും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ മുതൽ തന്നെ ഈ ആലുവ ദേശത്തെ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് ഉച്ചവരെയെങ്കിലും അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച കൂടിയാണ്. SNDP യോഗം വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കാണാൻ വേണ്ടി എത്തുകയാണ്. അദ്ദേഹം NDAയുടെ സംസ്ഥാന കൺവീനറാണ്, BDJSന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അത്തരത്തിൽ ഏറെ രാഷ്ട്രീയ പ്രത്യേകതകളുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പക്ഷേ NDA നേതാവ് അല്ലെങ്കിൽ BDJSന്റെ നേതാവ് എന്ന നിലക്കല്ല, അപ്പുറം SNDP യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലക്കാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി ആയ ശേഷം വി ഡി സതീശനെ അനുമോദിക്കാൻ, അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം SNDP യോഗം ഭാരവാഹികളൊക്കെ തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ വിമർശനമാണ് വി ഡി സതീശനെതിരെ ഉന്നയിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വിമർശനങ്ങൾ തുടർന്നിരുന്നു. ഇത് SNDPയുടെ ഒരു അണിനയ നീക്കമാണോ എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ ഇന്ന് വി ഡി സതീശനെ കാണാൻ വരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ BDJSന്റെ പ്രതിനിധിയായിട്ടല്ല, SNDP യോഗം ഭാരവാഹികളും കൂടി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയെ പോയി സമുദായ നേതാക്കൾ കാണുന്നതിനകത്ത് എന്താ തെറ്റ്? സ്വാഭാവികമായിട്ടുമുള്ളൊരു സന്ദർശനമായി തൽക്കാലം കണക്കാക്കാം. സന്ദർശനത്തിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളി എന്താണ് പറയുക എന്നുള്ളത് കൂടി അതൊരു സ്വാഭാവികമായിട്ടുള്ള സന്ദർശനം, സൗഹൃദ സന്ദർശനം. സമുദായ നേതാക്കളൊക്കെയുണ്ട്, ഞായറാഴ്ചയാണ്, ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അനുമോദിക്കാൻ വന്നതാണ് എന്നതായിരിക്കാം ഒരുപക്ഷെ പറയാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം.